ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെയുണ്ടായ ഇസ്രയേൽ വ്യോമാക്രമണങ്ങളിൽ 11 പേർ കൊല്ലപ്പെട്ടു. ഹമാസ് വെടിനിർത്തൽ ലംഘിച്ചെന്നും തിരിച്ചടിയായിട്ടാണ് ആക്രമണം നടത്തിയതെന്നും ഇസ്രയേൽ പ്രതികരിച്ചു. അഭയാർത്ഥികൾ തങ്ങിയ ടെന്റുകളെ അടക്കം ഇസ്രയേൽ ലക്ഷ്യമാക്കിയെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ഒക്ടോബറിൽ ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് മുതൽ 601 പേർ കൊല്ലപ്പെട്ടെന്നാണ് കണക്ക്. 2023 ഒക്ടോബർ 7 യുദ്ധം തുടങ്ങിയത് മുതൽ 72,000-ലേറെ പേർക്കാണ് ജീവൻ നഷ്ടമായത്. മജൽ അഞ്ചാർ മേഖലയിലാണ് ബോംബിട്ടതെന്നും ഇസ്രയേൽ സൈന്യം പറഞ്ഞു. അതേസമയം PIJ-യുടെ ഭാഗത്തു നിന്നും പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. 2024 നവംബറിൽ ഇസ്രയേലും ഹമാസും ഹിസ്ബുള്ളയും വെടിനിർത്തലിന് സമ്മതിച്ചിരുന്നുവെങ്കിലും അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഉണ്ടായ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രയേൽ സൈന്യം ലബനനിൽ ഏതാണ്ട് എല്ലാ ദിവസവും ആക്രമണം തുടരുന്നുണ്ട്. കരാർ ലംഘിച്ച് ഒരു വർഷത്തിനിടെ ഇസ്രയേൽ സൈന്യം 10,000-ലധികം വ്യോമകരാക്രമണങ്ങൾ നടത്തിയെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്ക്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മധ്യസ്ഥതയിൽ ഒക്ടോബർ 10 വെടിനിർത്തൽ കരാർ നിലവിൽ വന്നെങ്കിലും ഇസ്രയേൽ തുടർച്ചയായി ഇത് ലംഘിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. വെടിനിർത്തൽ ആരംഭിച്ചതിനു ശേഷം ഇതുവരെ ഗാസയിൽ 601 പേർ കൊല്ലപ്പെട്ടതായാണ് കണക്ക്. സ്ത്രീകളും കുട്ടികളും അടക്കം 1,00,000-ലധികം പേരാണ് 2 വർഷത്തിലധികമായി തുടരുന്ന ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ കൊല്ലപ്പെട്ടത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. 2025 തുടക്കത്തിൽ ട്രംപ് വീണ്ടും അധികാരമേറ്റ ശേഷം ഇരുവരും തമ്മിലുള്ള 6ാമത്തെ കൂടിക്കാഴ്ചയാണിത്. US മുന്നോട്ട് വെച്ച ഗാസ വെടിനിർത്തൽ കരാറിന്റെ 2ാം ഘട്ടത്തെക്കുറിച്ചായിരുന്നു പ്രധാന ചർച്ച. ഗാസയുടെ പുനർനിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് ഹമാസ് പൂർണ്ണമായും ആയുധം താഴെ വയ്ക്കണമെന്ന് നെതന്യാഹു ചർച്ചയിൽ ആവർത്തിച്ചു. ഗാസയിൽ ഒരു സാങ്കേതിക സമിതിയെയും ഭരണസമിതിയെയും നിയോഗിക്കാനാണ് ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്നത്. ട്രംപിനെ കാണുന്നതിന് മുൻപ് നെതന്യാഹു US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായും കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യൻ സമാധാനത്തിനായുള്ള സമാധാന സമിതിയിൽ അംഗമായി അദ്ദേഹം ഒപ്പുവച്ചു. ഒക്ടോബറിൽ ആരംഭിച്ച വെടിനിർത്തൽ കരാറിന്റെ 1ാം ഘട്ടം പൂർത്തിയായ പശ്ചാത്തലത്തിലാണ് നെതന്യാഹുവിന്റെ US സന്ദർശനം. കഴിഞ്ഞയാഴ്ച റഫ അതിർത്തി ഭാഗികമായി തുറന്നിരുന്നു. വെസ്റ്റ് ബാങ്കിന് മേൽ ഇസ്രയേൽ നിയന്ത്രണം കടുപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നയതന്ത്ര ചർച്ചകൾ നടക്കുന്നത്. അതേസമയം ഇറാനുമായുള്ള ആണവ ചർച്ചകൾ തുടരണമെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. 3 മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഗാസയിലെ സമാധാന പദ്ധതി മുന്നോട്ടു പോകുന്നതിനിടെ മുന്നറിയിപ്പുമായി ഇസ്രയേൽ സേന രംഗത്തെത്തിയിരുന്നു. പ്രതിരോധം വെടിഞ്ഞ ആക്രമണത്തിലേക്ക് മാറാൻ തയ്യാറാണെന്നാണ് ഇസ്രയേൽ സേനാ തലവൻ മുന്നറിയിപ്പ് നൽകിയത്. പ്രകോപനമുണ്ടായാൽ വലിയ തിരിച്ചടി നൽകുമെന്ന് പ്രസ്താവനയും ഇറക്കി. ഹമാസിനെ ഇല്ലാതാക്കാനും ഗാസയെ നിരായുധീകരിക്കാനുമുള്ള ലക്ഷ്യങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ലെന്നാണ് സർവ്വസൈനിക മേധാവിയുടെ വാക്കുകൾ. അതേസമയം സംഘർഷം അവസാനിപ്പിച്ച് ഗാസയുടെ പുനർനിർമ്മാണം തുടങ്ങാനുള്ള സമയമാണെന്ന് സൗദി വിദേശകാര്യമന്ത്രി പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപീകരിക്കുന്ന ഗാസ സമാധാന സമിതിയിൽ UAE അംഗമാകും. ബോർഡ് ഓഫ് പീസിൽ അംഗമാകാനുള്ള അമേരിക്കയുടെ ക്ഷണം പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ സ്വീകരിച്ചതായി UAE വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. ഗാസയിൽ ട്രംപ് നിർദ്ദേശിച്ചിരിക്കുന്ന 20-ഇന സമാധാന പദ്ധതിയുടെ പ്രാധാന്യം കണക്കിലെടുത്തും സമാധാന പദ്ധതി സമ്പൂർണ്ണ വിജയമാകുന്നതിനുമാണ് സമിതിയിൽ UAE അംഗമാകുന്നത്. പലസ്തീനികളുടെ അവകാശം സംരക്ഷിക്കുന്നതിൽ സമാധാന പദ്ധതി നിർണായകമാണ്. UAEയുടെ രാജ്യാന്തര സഹകരണ മന്ത്രി UAE നിയമിച്ചു. ഗാസയിലെ ഭരണ നിർവഹണത്തിലുള്ള ദേശീയ സമിതിയും ട്രംപിന്റെ സമാധാന സമിതിയും തമ്മിലുള്ള ഏകോപനത്തിന് രൂപീകരിക്കുന്നതാണ് ഗാസ എക്സിക്യൂട്ടീവ് ബോർഡ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.